ഹേ ഗായ്സ്, അപ്പോൾ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സർപ്രൈസിങ് വീഡിയോ ആണ്. സർപ്രൈസ് കൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് അവന്തികയ്ക്കാണ്. ദച്ചു വിഷമിക്കണ്ട, ദച്ചുവിനും പിന്നീട് ഞാൻ സർപ്രൈസ് തരുന്നതായിരിക്കും. ഗസ് ചെയ്യാൻ പറ്റുമോ അവന്തിക? എന്താണ്? രണ്ടുപേരോട് ഞാൻ പറഞ്ഞ് പെട്ടെന്ന് ഒരുങ്ങി നമുക്ക് പോകാമെന്ന്. രണ്ടുപേരും ഇങ്ങനെ മത്സരിച്ചൊരുങ്ങാണ്. ഞാൻ കുളിച്ച് റെഡിയായിട്ട് വരുമ്പോഴത്തേനും ഇവിടെ ആരും ഉണ്ടാവരുത്, അല്ലെങ്കിൽ ഭയങ്കര ഹർബറിയാവും, ഭയങ്കര ഇടിയാവും ഞങ്ങൾ മൂന്നുപേരും കൂടി. അതുകൊണ്ട് ഞാൻ പറഞ്ഞ് പെട്ടെന്ന് ഒരുങ്ങി നിൽക്കാൻ. അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് എൻ്റെ കുട്ടിയിടൽ തുടങ്ങാനായിട്ട്. ഗസ് ചെയ്യാവോ എന്താണ് സർപ്രൈസ് എന്നുള്ളത്? എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഗസ്സൊന്നുമില്ല. കാര്യം അമ്മ ആയതുകൊണ്ട് എന്തും സർപ്രൈസ് തരാം. എനിക്ക് ഗസ് ഇല്ല ആക്ച്വലി. ഒരുങ്ങാൻ പറഞ്ഞു, അതുകൊണ്ട് ഒരുങ്ങുന്നു. വെച്ചു നീ പറ, എന്തായിരിക്കും സർപ്രൈസ് എന്നുള്ളത്? എവിടെയെങ്കിലും കൊണ്ട് കാണിക്കാനായിരിക്കും അല്ലേ? അല്ലേ, നോക്കാം, എന്തായാലും നോക്കാം സർപ്രൈസ് എന്തായിരിക്കും എന്നുള്ളത്. അപ്പോൾ ഞാനും പോയി ഒരുങ്ങി റെഡി ആയിട്ട് വരാം. നമുക്ക് പെട്ടെന്ന് തന്നെ പോവാം. 5 മണിയായിട്ടുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞു നമുക്കൊരു ട്രാൻസാക്ഷൻ വീഡിയോ പോലെ ചെയ്താലോ. അങ്ങനെ അവരതൊന്ന് ട്രൈ ചെയ്യുക. ഗൈസ്, നമ്മൾ ഒരുങ്ങി പുറത്തോട്ട് വന്ന് ഇനി പോകണം. അമ്മ വണ്ടി എടുത്തോണ്ട് വരും. ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യുക, വീഡിയോ എടുത്തിട്ട് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. നമ്മൾ മിക്കപ്പോഴും രാത്രിയിലാണ് പോകാറുള്ളത് പുറത്ത്. സോ ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു വീഡിയോയിൽ ഈ പകൽ വെളിച്ചം, പകലല്ല എന്നാലും വൈകുന്നേരത്തുള്ളൊരു വെളിച്ചം വെച്ചുള്ള. അമ്മ എന്നാലും എന്തായിരിക്കും എൻ്റെ സർപ്രൈസ്? സർപ്രൈസ് എപ്പോഴും സർപ്രൈസ് തന്നെയായിരിക്കും. അത് മുന്നേ പറയുമ്പോൾ അത് എങ്ങനെയാടേ സർപ്രൈസ് ആവുന്നത്? 1-2 സർപ്രൈസുകൾ ചീറ്റിപ്പോയിട്ടുണ്ട്, നീ രണ്ടും കാരണം. അതുകൊണ്ട് ഞാൻ സർപ്രൈസ് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എത്ര എണ്ണം പൊളിഞ്ഞിട്ടുണ്ട്? ഈ അടുത്തിടയ്ക്ക് ദച്ചു ഒരെണ്ണം പൊളിച്ചു തന്നു. അത് അവൾക്ക് മനസ്സിലായത് എൻ്റെ കുഴപ്പമില്ല, ഞാനായിട്ടൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു അല്ലേ. പോട്ടെ, സാരമില്ല. അപ്പം നമുക്കവിടെ കാണാം. അപ്പം സർപ്രൈസ് എന്താണെന്ന് മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. കുറേ നാളുകൊണ്ട് അവന്തിക പറയും, എൻ്റെ കയ്യിൽ ഒരു ബ്രേസ്ലെറ്റ് കിടപ്പുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ അവന്തികയ്ക്ക് എന്തോ ഒരു വല്ലാത്ത വിഷമമാണ്. അമ്മ ഇതെനിക്ക് തരുമോ, ഇതെനിക്ക് തരുമോ? അമ്മ അടുത്ത് വരുമ്പോഴെല്ലാം ഞാൻ ആ ബ്രേസ്ലെറ്റ് ഇട്ടുകൊണ്ട് കിടക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ച് ഒരു ബ്രേസ്ലെറ്റ് അങ്ങ് വാങ്ങിച്ചു കൊടുത്തേക്കാവെന്ന് വിചാരിച്ചു. സ്വന്തമായിട്ടൊരു ബ്രേസ്ലെറ്റ് മേടിച്ചങ്ങ് കൊടുത്തേക്കാവെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ സർപ്രൈസ് എങ്ങനെയുണ്ട്? നൈസായിട്ടുണ്ട്. ഹാപ്പിയാണ്. ഒരുങ്ങുന്നതൊക്കെ അങ്ങ് പോവാണ് ഗൈസ്. ഞങ്ങള് ചൂടല്ലല്ലോ, ചൂടാവുമ്പോഴാണ് നമുക്ക് പ്രാന്തായി പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഇവര് വന്നപ്പോൾ ഭയങ്കര ചൂടായിരുന്നു. നമ്മള് പുറത്തോട്ടൊന്നും അങ്ങനെ ഇറങ്ങി കറങ്ങാനാണെങ്കിൽ നമ്മൾ രാവിലെ ഒന്നും പോത്തേ ഇല്ലായിരുന്നു, വീട്ടിൽ തന്നെ ഇരിക്കുമായിരുന്നു. അത്രയ്ക്ക് ചൂടായിരുന്നു. അല്ലെങ്കിലും പകൽ ഞങ്ങൾ എങ്ങനെ കറങ്ങാൻ പോവാറില്ല. കാര്യം ആകെ കൂടി വെള്ളിയാഴ്ചയാണ് എനിക്ക് അവധി കിട്ടുന്നത്. അപ്പം ഉറങ്ങിയൊക്കെ അങ്ങ് തീർക്കും. വൈകിട്ടാണ് കൂടുതലും നമ്മൾ പുറത്തോട്ട് പോകുന്നത്. പകല് പുറത്ത് പോകുന്ന കുറവാണ്. കഴിഞ്ഞ പ്രാവശ്യം ഒട്ടും പോയിട്ടില്ലായിരുന്നു. ഈ പ്രാവശ്യം പക്ഷേ ഞാൻ 3 ദിവസത്തേക്ക് ലീവിന് എഴുതിയിട്ടിട്ടുണ്ട്. ഞങ്ങൾ പോവും, ആ ദിവസം ഞങ്ങൾ പോകും പുറത്ത് പകല് എന്ന് വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് അത് കയറാം, നോക്കാം, പോകാം. ഞാൻ സ്കൈയിൽ നിന്ന് കൂടുതലും ഇവിടുത്തെ ഗോൾഡ് വാങ്ങിക്കാറുള്ളൂ. കാര്യം ഒന്നാമത്തെ കാര്യം എനിക്കറിയാവുന്ന എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ ഉണ്ട്, ഈ ഷോപ്പിലുണ്ട്. പിന്നെ നല്ല കുഴപ്പമില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. അതുകൊണ്ട് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് സ്കൈ ജ്വല്ലറി. അങ്ങനെ സ്കൈക്കകത്ത് കയറി അവരോട് പെർമിഷൻ ചോദിച്ചു വീഡിയോ എടുക്കുന്നതിന് കുഴപ്പമുണ്ടോ എന്ന്. അങ്ങനെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ 3 ചെയിൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അവൾക്ക് ഇഷ്ടപ്പെട്ടു, അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സച്ചിൻ ചെയിൻ മതി എന്നുള്ളത്. അപ്പോൾ സച്ചിൻ ചെയിൻ എടുത്തു. പക്ഷേ അവളുടെ കയ്യിൽ കുറച്ച് വലുതായതുകൊണ്ട് നമ്മളാകെ കൺഫ്യൂസ്ഡ് ആയിരുന്നു എങ്ങനെ എടുക്കണം എന്നൊക്കെ. ഞാൻ എൻ്റെ സ്വന്തം ചെയിൻ തിരിച്ചു വാങ്ങി. അവൾക്ക് സ്വന്തമായിട്ട് ഞാനൊരു ചെയിൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. സെലക്ട് ചെയ്തൊക്കെ ഞാൻ കാണിക്കാൻ കയ്യിലിട്ടത്. അവൾക്ക് സ്വന്തമായിട്ട് അവൾ സെലക്ട് ചെയ്ത ചെയിൻ ഇഷ്ടമായി. കൊള്ളാം, ഇഷ്ടപ്പെട്ട്. ഇനി പറയത്തില്ലല്ലോ അമ്മ ആ ബ്രേസ്ലെറ്റ് ഒന്ന് തരുമോ, അമ്മ ഈ വള ഇട്ടോന്ന് പറയത്തില്ലല്ലോ. ഇല്ല. ഹാപ്പിയാണ്. ഈ എഴുതുന്നത് മാത്രം എനിക്ക് വേണ്ടായിരുന്നു കേട്ടോ. പില്ലാണേ, അവന്തിക്ക് കൊച്ചു പിള്ളേരുടെ കൂടെ പോയി ഇരിക്കുക.
അവന്തി ഡിഗ്രിക്ക് പഠിക്കുകയും 18 വയസ്സുള്ളതേ ഉള്ളൂ. കുഞ്ഞു പിള്ളേരുടെ മനസ്സ്, അവരുടെ കൂടെ കളിക്കുന്നതും ചിരിക്കുന്നതും ഒക്കെ അവരുടെ കൂടെ പോയി ഇരിക്കുന്നുണ്ടല്ലേ. ബ്രേസ്ലെറ്റും ബില്ലും ഒക്കെ റെഡിയാണ്. അതിനുശേഷം ഞാൻ അവളുടെ കയ്യിലോട്ടൊന്ന് ഇടാനായിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അതൊന്ന് കുറച്ച് കട്ട് ചെയ്യണമായിരുന്നു, കുറച്ച് വലുതാണ് അതിന് വേണ്ടിയിട്ട്. അപ്പം ഈ ഒരു ബാങ്കിളിനകത്ത് ഞാനൊരു ബാങ്കിൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഏതാണെന്ന് ഗസ് ചെയ്യാമോ? അപ്പോൾ അതിന് ശേഷം ഞങ്ങൾക്ക് കുറച്ച് കൂപ്പണൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഇത് സ്കൈ ജ്വല്ലറിയുടെ അകത്തെ ഭാഗമാണ്. അത്യാവശ്യം നല്ല കളക്ഷനൊക്കെ ഉണ്ട്. പിന്നെ എല്ലാവരും നല്ല സപ്പോർട്ടീവായിട്ടുള്ള സ്റ്റാഫുമാണ്. പിന്നെ ചെറിയ മോളും കൂടി ഇങ്ങനെ കൂപ്പൺസ് എല്ലാം എഴുതി ഇങ്ങനെ ഫില്ല് ചെയ്യുകയായിരുന്നു. എൻ്റെയും അവളുടെയും ഒക്കെ പേരിങ്ങനെ മാറിയും തിരിച്ചും ഒക്കെ ആയിട്ട് ബില്ല് എല്ലാം എഴുതി ഞങ്ങൾ എല്ലാ ദൈവങ്ങളെയും മനസ്സിൽ വിചാരിച്ച് അതിനകത്തേക്ക് ഗോൾഡൊക്കെ പർച്ചേസ് ചെയ്തു, ബ്രേസ്ലെറ്റ് വാങ്ങിച്ചു. പക്ഷെ അവൾക്ക് ഇത്തിരി വലുതാണ്, അതുകൊണ്ട് ഞങ്ങൾ അവിടെ തന്നെ അത് കട്ട് ചെയ്യാൻ കൊടുത്ത് നാളെ അവർ ഇത് ചെയ്തതിന് ശേഷം വിളിക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പം നമ്മൾ നാളെ മേടിക്കും. അപ്പോൾ അതുകൊണ്ട് ആളുടെ കയ്യിലൊന്നുമില്ല. പക്ഷെ ഞാൻ എൻ്റെ ഇതിങ്ങനെ തിരിച്ച് വാങ്ങിച്ചു കേട്ടോ. ഇനിയിപ്പോൾ സ്വന്തമായിട്ട് ഇട്ടില്ലേ, അതങ്ങ് ഇട്ടേച്ചാൽ മതി. ഹാപ്പിയായാ? ബച്ചുവിന് സ്കൂളിൽ പോകുന്നത് കൊണ്ട് തന്നെ അവൾക്ക് ഇങ്ങനത്തെ സാധനങ്ങൾ ഇടാൻ പറ്റത്തില്ല. അപ്പോൾ പിന്നെ ഇപ്പോൾ വാങ്ങിച്ചു കൊടുത്തിട്ടും വലിയ കാര്യമൊന്നുമില്ല അല്ലേ? വിഷമമൊന്നുമില്ല. എനിക്ക് ഗോൾഡിനോടല്ലേലും അത്രയ്ക്ക് താല്പര്യമില്ല. പക്ഷെ എനിക്ക് താല്പര്യമുണ്ട് കേട്ടോ. എനിക്കങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളാണ് എനിക്കിഷ്ടം. ഈ ലൈക്ക് മോതിരം അങ്ങനത്തെ സാധനങ്ങളാണ് ഇഷ്ടം. പക്ഷെ ഇങ്ങനെ ഭയങ്കര ഭയങ്കര ലക്ഷറി സാധനങ്ങളൊന്നും എനിക്കിഷ്ടമല്ല. അപ്പം നമുക്ക് ഇവിടുന്ന് മൂവ് ചെയ്താലോ? പോവാം. അപ്പം നമ്മൾ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ 3 പേരും ഇങ്ങോട്ട് ഒരു സിനിമ കാണാൻ പോവാണ്. ബസൂക്ക. ഞങ്ങളെല്ലാ പ്രാവശ്യം ഇവർ വരുമ്പോൾ ഒരു സിനിമ കാണാൻ. ഗുരുവായൂർ അമ്പലം നടയിൽ കണ്ട്. അന്ന് ആരും ഉണ്ടായിരുന്നല്ലോ ഈ തിയേറ്റർ. ഞാനും തെച്ചും കൂടെ കഴിഞ്ഞ ആഴ്ചയിലൊരു സിനിമ, കഴിഞ്ഞ ആഴ്ചയല്ല അതിനകത്ത് മുന്നത്തെ ആഴ്ച എമ്പുരാൻ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഈ മോള്. അപ്പം ഞങ്ങൾ വണ്ടി കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ട് നടന്നാണ് ഇങ്ങോട്ട് വരുന്നത്. 8:30 ഷോ തുടങ്ങുന്നത്. 8:15. ചെറുതായിട്ടൊരു ചായയൊക്കെ കുടിച്ചു. അപ്പം നമുക്ക് സിനിമയൊക്കെ കാണാം. ഞങ്ങളിന്ന് ഇവിടെ വീഡിയോ വൈൻഡ് ചെയ്യുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും. അപ്പം എല്ലാം ഹാപ്പി ആയി എന്ന് വിചാരിക്കുന്നു. അവന്തിക്ക് വെച്ചു ഇന്നത്തെ ഔട്ടിങ് ഞങ്ങളിവിടെ ഫിനിഷ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം സുഹൃത്തുക്കളെ. ബായ്. ഞങ്ങൾ വന്നപ്പോഴത്തേനും കുറച്ച് ലേറ്റായി. ഫുള്ള് ആൾക്കാർ നിറഞ്ഞ് ഞങ്ങൾക്ക് ടിക്കറ്റൊന്നും കിട്ടിയില്ല. അത്ര